ഈ കത്തുകളൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട്? വീട്ടിൽ കാണും. അപ്പൊ നിങ്ങൾ ഓമനെ നേരിട്ട് അവസാനമായി കണ്ടത് ആ ബഹളം ഉണ്ടായ ദിവസമാണോ? അല്ല, ചേച്ചി ആസ്പത്രിയിലാണെന്ന്. എന്ത് പറ്റി മോളെ? വിഷം കഴിച്ചെന്ന്. മോളെ, ചേച്ചി. ഓമനെ, മോളെ, നീ എന്തിനാ ഇത് ചെയ്തത്? പറ മോളെ. മോളെ, അപ്പച്ചനോട് പറ മോളെ. പ്ലീസ് പുറത്തേക്കാൻ പറയും. മോളെ, അപ്പച്ചി ഇങ്ങോട്ട് വരൂ. പിന്നെ ഞാൻ കാണുന്നത് എന്റെ മകളുടെ ശവശരീരമാണ് സാർ. വസ്തുവിന്റെ പ്രമാണത്തെ ചൊല്ലി നിങ്ങൾ ഓസേപ്പച്ചനും തമ്മിൽ വഴക്കുണ്ടായെന്ന് പറഞ്ഞല്ലോ. ആ സംഭവത്തിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് ഓമന വിഷം കഴിക്കുന്നത്? കുറച്ച് ദിവസം കഴിഞ്ഞു കാണും, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഭീരുക്കളല്ലേ സാധാരണ ആത്മഹത്യ ചെയ്യാറുള്ളത്. ഒരിക്കൽ നിങ്ങളുടെ മകൾ അതിന് ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ടും നിങ്ങൾ ഓമന ആത്മഹത്യ ചെയ്തതല്ല എന്ന് സംശയിക്കുന്നു. എന്താ അതിന് കാരണം? എന്റെ ഒരു മരുമകൻ ചാക്കോ പോലീസിലാണ്. അവനും ഉണ്ടായിരുന്നു ഈ കേസന്വേഷണത്തിന്. പലരുടെയും മൊഴികളിലും തെളിവുകളിലും അപാകതയുണ്ടെന്ന് സംശയം തോന്നിയ അവൻ ആ കാര്യം അന്ന് കേസന്വേഷിച്ചിരുന്ന വർമ്മ സാറിനോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് അവരെ ഈ കേസന്വേഷണത്തിൽ മാറ്റിയത്. നാളെ വൈകുന്നേരം 7 മണിക്ക് ചാക്കോയോട് ഈ ഹോട്ടലിൽ വരാൻ പറയണം. റിസപ്ഷനിൽ എന്റെ പേര് പറഞ്ഞാൽ മതി. സാർ, ഇനി ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, തൽക്കാലം നിങ്ങൾക്ക് പോവാം. ശരി സാർ. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? പ്രതീക്ഷിച്ചതുപോലെ തന്നെ. വേണമെങ്കിൽ ഒരു 90% തള്ളിക്കളയാം. അപ്പോൾ കാര്യമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? വേണമെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു അന്വേഷണം കൂടെ നടത്തി ഫയൽ ക്ലോസ് ചെയ്യാം അല്ലേ? വി വിൽ സപ്പോർട്ട് ദി ഫൈൻഡിങ്സ് ഓഫ് ദി സ്റ്റേറ്റ് പോലീസ്. വരട്ടെ സാർ. നാളെ വൈകിട്ട് ഞാനൊരു കോൺസ്റ്റബിൾ ചാക്കോയെ കാണുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഒപ്പീനിയൻ കറക്റ്റ് ആയിട്ട് പറയാം. മിസ്റ്റർ സേതുരാമൻ, റൂം നമ്പർ 302. താങ്ക് യു. ചാക്കോ അല്ലേ? അതെ സർ. വരൂ. വളരെ പേഴ്സണൽ ആയതുകൊണ്ടാണ് ചാക്കോയുടെ ഓഫീസിൽ വരാതെ ഈ ഹോട്ടലിൽ വരാൻ പറഞ്ഞത്. സിരാം, പേടിക്കണ്ട. എരി, ഇതുപോലെയുള്ളൊരു കേസിൽ ഒരു പോലീസുകാരൻ ഇടപെട്ടാലുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊന്നും റെക്കോർഡ് ചെയ്യില്ല. ഒരു സ്റ്റേറ്റ്മെന്റിലും ചാക്കോ ഒപ്പിടുകയും വേണ്ട. ചാക്കോയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് തോമസും ആനിയും പറഞ്ഞു. ഇതൊരു കൊലപാതകമാണെന്ന് ചാക്കോയ്ക്ക് തോന്നുവാനുണ്ടായ പ്രൈം റീസൺസ് എന്തൊക്കെയാണ്? മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നുവെന്നാണ് ഡോക്ടറുടെ മൊഴി. പോസ്റ്റ്മോർട്ടം നടന്നത് പിറ്റേ ദിവസം രാവിലെ 11 മണിക്കാണ്. അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം 8 മണിക്കാണ്. രാത്രി 9:30 മണിവരെ കുമാരപുരം പഞ്ചായത്തിൽ മഴ പെയ്തിട്ടുണ്ട്. ഞാനന്ന് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. 9:30 മണിക്ക് മഴ നിന്നതിന് ശേഷമാണ് ഞാനും PC ബാലകൃഷ്ണൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത്. 8 മണിക്ക് ഓമനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തെറിപ്പിച്ച് വീണ ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു. കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു. ഇതൊക്കെ എനിക്ക് സംശയങ്ങൾ തോന്നാനുണ്ടായ കാരണങ്ങളാണ് സർ. പിന്നെ ഡോക്ടറുടെ മൊഴിയെടുത്ത SI ആണ്. മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞ 15 മണിക്കൂർ സർട്ടിഫിക്കറ്റിൽ 13 മണിക്കൂറായി കുറഞ്ഞു. പിന്നെന്തുകൊണ്ട് ഡോക്ടറോട് ഈ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചില്ല? ചോദിക്കേണ്ടി വന്നില്ല സർ. കറക്റ്റ്. ചോദിക്കേണ്ടവരെ അവർ ഒഴിവാക്കിയല്ലോ അല്ലേ? ഒരുപക്ഷെ യഥാർത്ഥമായി തന്നെ ഡോക്ടർക്ക് അബദ്ധം പറ്റിയതാണെങ്കിലോ? ഒരു ആർഗ്യുമെന്റിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെ വാദിക്കാം. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല സർ. ഡോക്ടറുടെ ആദ്യത്തെ മൊഴി ഒരു അബദ്ധത്തിൽ പറ്റിയ സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്യാണല്ലോ. സപ്പോർട്ട് ചെയ്യിച്ചതാകാൻ പാടില്ലേ സർ? വെൽ, താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ചാക്കോ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സർ.
റിസപ്ഷൻ? ഞാൻ ഈ റൂം വെക്കേറ്റ് ചെയ്യാണ്. ബില്ല് ഇങ്ങോട്ട് കൊടുത്തേച്ചേക്കും. ചാക്കോ, ചാക്കോ പറഞ്ഞ ആ പോയിന്റ് നിലനിൽക്കുന്നതാണോ? പ്രത്യേകിച്ച് ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമുള്ളപ്പോൾ? ലീഗലായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്തോട്ടെ. പക്ഷേ ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റാണ് സർ. സോ യു ആർ ഇൻ ദ ഗെയിം. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? അതെ സർ. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി നടന്ന സംഭവം. ദാറ്റ് ഹാസ് ആക്സലറേറ്റഡ് മൈ ഡൗട്ട്സ് ഇൻ ദിസ് കേസ്. പോലീസുകാരനാവുമ്പോൾ പല വിരോധങ്ങളും ഉണ്ടാവില്ലേ? ഉണ്ടാവാം സർ. പക്ഷേ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ മറ്റൊരു തരത്തിലാവാൻ വഴിയില്ല. വെൽ ദെൻ യു പ്രൊസീഡ്. യെസ് സർ. സേതുവിനെ അസിസ്റ്റ് ചെയ്യാൻ വേറെ ആര് വേണം കൂടെ? ഐ പ്രിഫർ സർക്കിൾ ഇൻസ്പെക്ടർ ഹാരി ആൻഡ് സബ് ഇൻസ്പെക്ടർ വിക്രം. ഓക്കെ, സെൻഡ് ഹാരി ആൻഡ് വിക്രം. അവിടുത്തെ DIG എന്റെ പഴയ സുഹൃത്താ. നിങ്ങൾ ആദ്യം അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം. ഹി വിൽ ഡു ദി നീഡ്ഫുൾ. സർ. Vikram, Harry. Yes, sir. Sedu wants you to assist him in this case. What do you say? With pleasure, sir. Sedu, please carry on. താങ്ക് യു സർ. Now this is your property. ഈ കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ റെക്കോർഡ്സും ഇതിലുണ്ട്. CBI ഈ കേസിൽ ഇടപെടുന്നത് ഒരിക്കലും ലോക്കൽ പോലീസിന് രുചിക്കുന്ന ഒരു ഏർപ്പാടല്ല എന്നെനിക്കറിയാം. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സ് എന്ന നിലയ്ക്ക് എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും ആ ജോലി ഭംഗിയായി പൂർത്തിയാക്കണമെന്നുണ്ട്. അതിന് സാറിന്റെ പരിപൂർണ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. Of course, I will do my best. താങ്ക് യു സർ. ഇത് മിസ്റ്റർ ദേവദാസ്. ഇത് CBI DSP മിസ്റ്റർ സേതുരാമയ്യർ. സ്വാമിയാണല്ലേ? അവിടെ ഇടൂ. ഫൈൻ, താങ്ക് യു. ഏതൊക്കെയാ മുറികള്? ഒന്ന് ഇതാണ് സാർ, ഒന്ന് മുകളില്. വിക്രം, ഇതിങ്ങിതാ, ഇതങ്ങ് മേളിൽ കൊണ്ടു. CBI ഗസ്റ്റ് ഹൗസിൽ താമസമാക്കിയെന്ന് അറിഞ്ഞ പിന്നെ അപ്പച്ചന് വല്ലാത്തൊരു ഭയം. എന്തിനാ ഭയപ്പെടുന്നത്? അവരെത്ര ചോദിച്ചാലും നിങ്ങൾ നിങ്ങളുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നാൽ അവർക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. സാമ്പാർ സാധനം തൈര് സാധനം തിന്നുന്നവനെയൊക്കെ മർഡർ കേസ് അന്വേഷിക്കാൻ വിട്ടാൽ വല്ലതും നടക്കുവോ? സാറ് അവരെ കണ്ടോ? ഉവ്വ കണ്ടു, പരിചയപ്പെട്ടു. DIGയുടെ ഓഫീസിൽ വെച്ച്. സണ്ണി അകത്തുണ്ട്, അങ്ങോട്ട് കൊടുത്തേക്ക്. എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം? തരക്കേടില്ലായിരുന്നു. എന്നാ ഞാൻ പോട്ടെ. ശരി, ഞാൻ ഇറങ്ങുന്നു. താനീ വന്ന്. അപ്പോഴേ താൻ ആ ബാക്കിയൊന്നും ഏർപ്പാട് ചെയ്ത് തരണം. ഇന്നാള് തന്നല്ലേ? തന്നു, ഇനിയും തരണം. ഇതിനങ്ങനെ റേറ്റ് ഒന്നുമില്ല. ഇതിനൊരു അവസാനമില്ലേ? എനിക്ക് വയ്യ അവസരപ്പിച്ചനോട് പറയാം. അതൊന്നും പറഞ്ഞാൽ നടപ്പില്ല. എനിക്ക് നാളെ ഉച്ചയ്ക്ക് മുമ്പ് കിട്ടണം. പിന്നെ കൊലപാതകം ആത്മഹത്യയാക്കാനും ആത്മഹത്യ കൊലപാതകമാക്കാനും എനിക്ക് കഴിയും. ഏതായാലും നാളെ ഉച്ചയ്ക്ക് ഞാൻ തന്നെ വിളിക്കും. എന്നെ വിളിക്കണ്ട, തന്നെ മാത്രമേ വിളിക്കൂ. വണ്ടി ഇടറോ. എന്താടോ? ഒന്നുമില്ല. എനിക്കറിയാം ആവശ്യപ്പെട്ട അയാൾ എന്താ പറഞ്ഞതെന്ന്. അയാൾ മെയിൻ റോഡിൽ 10 സെന്റ് സ്ഥലവും ഒരു ബിൽഡിംഗും വാങ്ങിക്കാൻ കരാർ ഉറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേയ്മെന്റ് അടുത്ത് കാണും. ഞാനും ഇറങ്ങുക. അപ്പോഴേ ഔസേപ്പച്ച, എന്റെ അംബാസഡർ പണി കഴിഞ്ഞ് വർഷാപ്പിൽ കിടക്കുക. അയാൾ ഇന്നും വിളിച്ചിരുന്നു. എനിക്ക് അല്പം സാവകാശം തേണ്ട അലക്സേ, ഞാൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഔസേപ്പച്ച? ഞാൻ രാവിലെ മോനെ ഓഫീസിലോട്ട് അയക്കും. എടോ താൻ കൂടെ വാ, എന്നെ ഒന്ന് വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്തേക്ക്. ചെല്ലേ. ശല്യം. എസ്റ്റേറ്റ് വാങ്ങാൻ വരാമെന്ന് പറഞ്ഞവന്മാരെ കണ്ടില്ലല്ലോ. നാളെ നീ ഇവനും കൂടെ അവിടെ വരെ ഒന്ന് പോണം.
അന്ന് നമ്മൾ പറഞ്ഞ എമൗണ്ടിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലും വേണ്ടി എന്തിനാ അപ്പച്ച അങ്ങനെ വെക്കുന്നത്? ആവശ്യക്കാർ ഇങ്ങോട്ട് വരട്ടെ. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ ഒരുത്തം കാരണമാ. ജോണിക്കുട്ടി, നീ അവിടെ പോയി അതിനുള്ള ഏർപ്പാടുണ്ടാക്കണം. അസലായിരിക്കുന്നു ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും എന്നു തന്നെ മതി അല്ലേ വിക്രം? അതെ അതെ. എന്നും ഇത് മതിയെന്ന് അദ്ദേഹം പറയും. പക്ഷെ ഞാൻ കൊല്ലോ ഇച്ചിരി കടിച്ചു പറിക്കണം. കടിച്ചു പറിക്കാൻ? എടോ ഇച്ചിരി മീൻ ഇറച്ചി വേണം. വിക്രം, വിക്രം, നാളെ നമ്മുടെ ജോലി ആരംഭിക്കണം. ഐ വിൽ എക്സ്പ്ലെയിൻ ദ മോഡസ് ഓപ്പറാൻഡി. അതായത് നമ്മൾ ഈ കേസ് അന്വേഷിക്കുന്നത് 3 സ്റ്റേജുകളിലായിട്ടായിരിക്കണം. ആദ്യമായിട്ട് നമുക്ക് അന്വേഷിക്കേണ്ടത് ക്രൈം 25/86 ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഏതെങ്കിലും വിധത്തിലുള്ള കറപ്ഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ CBI കേസ് അന്വേഷിക്കുന്നതിൽ പ്രസക്തിയുള്ളൂ. അന്വേഷണത്തിന്റെ 2ാം ഘട്ടം ഓമനയുടെ മരണം കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്നുള്ളതാണ്. ആത്മഹത്യയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പം തീരും. മറിച്ച് കൊലപാതകമാണെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള തലവേദന ആരംഭിക്കാൻ പോകുന്നത് അപ്പോഴാണ്. അവിടെ നമ്മുടെ അന്വേഷണത്തിന്റെ 3ാം ഘട്ടം ആരംഭിക്കും. നമുക്ക് കിട്ടിയിട്ടുള്ള പോലീസിന്റെ കേസ് ഡയറിയെന്ന് ഏറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഏത് കേസും വളച്ചൊടിക്കാൻ മിടുക്കന്മാരായ സാറന്മാരാണ് ഈ കേസും അന്വേഷിച്ച് റെഫർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തലവേദന ഇപ്പോഴേ തുടങ്ങി. അത് പതിവ് കഴിക്കാത്തതിൻ്റെതാ. പറയുന്നത് ശ്രദ്ധിക്ക് വിക്രം. നാളെ നിങ്ങൾ ഈ നാട്ടിൻപുറത്ത് ആകെ ഒന്ന് കറങ്ങണം. ഔസേപ്പച്ചന്റെ ബിസിനസിനെ കുറിച്ചും മറ്റും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. കഴിയുമെങ്കിൽ അയാൾക്ക് ഏതൊക്കെ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്, ആരൊക്കെയാണ് അയാളുടെ അടുത്ത സുഹൃത്തുക്കള് എന്നൊക്കെ. ഞാൻ അത് രാവിലെ ഈ കേസ് ആദ്യം അന്വേഷണം നടത്തിയിരുന്ന DYSP മിസ്റ്റർ വർമ്മയെ കാണാൻ പോകും. ഹാരി ഇവിടുത്തെ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോണം.